തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് മുക്ത കേരളത്തിന് ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ ദുഷ്പ്രചാരണത്തിന് കിട്ടിയ തിരിച്ചടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാന സർക്കാരിന് ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട്. തൃശൂരിൽ കണ്ടത് CPIM BJP ഡീലാണ്. സർക്കാരിന്റെ വീഴ്ചകളും ജനദ്രോഹ നടപടികളും തുറന്നു കാട്ടുന്നതിൽ UDF വിജയിച്ചുവെന്നും വി.ഡി. സതീശൻ വാർത്താക്കുറിപ്പിലൂടെ അവകാശപ്പെട്ടു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ, പ്രതിപക്ഷത്തിന്റെ വലിയ വിജയമായി ഉയർത്തിക്കാട്ടുന്നു. പക്ഷേ അപ്പോഴും കോൺഗ്രസിന് തൃശൂരിലെത്തിയിട്ടുള്ള കനത്ത പരാജയത്തെ CPIM BJP ഡീൽ എന്ന പ്രതിരോധത്തിലേക്ക്, അത് മറ്റു നേതാക്കൾ ഉയർത്തിക്കാട്ടിയതാണ്, ആ പ്രതിരോധത്തിലേക്ക് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും എത്തുന്നത്. ബിനിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDFന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് മറുപടിയായാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരിക്കുന്നത്. ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് ഈ UDFന് അനുകൂലമായ ജനവിധി എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. കേരളത്തിൽ LDFന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് സമ്മതിക്കുന്ന മുഖ്യമന്ത്രി പക്ഷേ അതിന്റെ കാരണങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ വരാനോ ചോദ്യങ്ങളെ നേരിടാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഉൾപ്പെടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കുകയും വ്യാജ പ്രചരണം നടത്തി വർഗീയത ഇളക്കിവിടാനുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ശ്രമിച്ച BJPക്കൊപ്പം കോൺഗ്രസ് മുക്ത കേരളത്തിന് ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ ദുഷ്പ്രചരണത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ മരവിപ്പിക്കുന്നതിന് തൃശൂർ സീറ്റിൽ ഡീല് ഉറപ്പിച്ചിട്ടുണ്ട്. തൃശൂർ സീറ്റിൽ BJPയുമായി ഡീല് ഉണ്ടായിട്ടുണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നുണ്ട്. നേരത്തെ UDF പറഞ്ഞ ആശങ്ക ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. തൃശൂരിലെ CPM കോട്ടകളിൽ വ്യാപകമായ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. രഹസ്യധാരണക്കപ്പുറം പരസ്യമായ ഒരു CPM BJP ഡീലാണ് ഈ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. തൃശൂരിൽ BJPയുടെ വിജയം ഗൗരവമായി കാണണമെന്ന് ഇപ്പോൾ പറയുന്ന മുഖ്യമന്ത്രി ആദ്യം ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ബിനിസ്.